സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. ആത്മാവെന്നെ സഹായിക്കുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ദൈവത്തിൻ്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നെ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നെ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നെ ചൊരിഞ്ഞിടുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും ദാഹത്തോടെ പരിശുദ്ധാത്മാവേ ആത്മാവാണ് സഹായകൻ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. ആത്മാവെന്നെ സഹായിക്കുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ദൈവത്തിൻ്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തി ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിൻ്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. എല്ലാവരും കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ എല്ലാവരും ദാഹത്തോടെ സഹായകൻ.
ആത്മാവാണ് സഹായകൻ ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ ആത്മാവാണ് സഹായകൻ ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ ആത്മാവാണ് സഹായകൻ ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ ആത്മാവാണ് സഹായകൻ ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ ആത്മാവാണ് സഹായകൻ ആത്മാവാണ് സഹായകൻ ആത്മാവാണ് സഹായകൻ. Praise the Lord. Hallelujah. जय बोलो यीशु मसीहा की जय बोलो यीशु मसीहा की जय बोलो प्रभु यीशु क्रिस्त की हमारे मुक्तिदाता की राज राजेश्वर की. बैठिए. നമ്മൾ ഈ ധ്യാനത്തിൻ്റെ അവസാനത്തെ സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് സംശയങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് തന്നെ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചിലതൊക്കെ ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ആനാം വെള്ളം തെളിച്ച് വെഞ്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അത് സഭയുടെ ഔദ്യോഗിക ചടങ്ങുകളും പ്രാർത്ഥനകളുമാണ്. അപ്പോൾ ആനാം വെള്ളം ഒഴിച്ച് വെഞ്ചരിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കിയുള്ളൊരു തെറ്റാണ്. അതായത് നമ്മൾ ചിലപ്പോൾ തിരുരക്തം തെളിക്കണേന്ന് പ്രാർത്ഥിക്കാറുണ്ട്. തിരുരക്തം തെളിക്കണേന്ന് ഇല്ലേ? അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈശോയുടെ തിരുരക്തം നമ്മൾ പാനം ചെയ്തിരിക്കെ നമ്മളുടെ മേലിൽ പിന്നെ തെളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞതെല്ലാം ശുശ്രൂഷയുടെ വൈവിധ്യമാർന്ന മേഖലകളാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനം അനുസരിച്ച് ശുശ്രൂഷകൾ നീങ്ങാം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് തുടക്കമേ തന്നെ പല പ്രാവശ്യം ഞാൻ പറയുന്നത്, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ഡെലിവറൻസ് നടത്താൻ ഒരാൾക്ക് പരിശുദ്ധാത്മാവ് പറയുന്നു, ഡെലിവറൻസ് നടത്തണം. ആരാണ് അവിടെ നടത്താൻ പറയണത്? പരിശുദ്ധാത്മാവ്. അയാൾ നടത്തിയത് കൊണ്ടാണോ പിശാച് പോയത്? പിശാച് പോയത് പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് ഞാനൊരു എതിരഭിപ്രായമല്ല പറയണത്. നമ്മൾ ശുശ്രൂഷ ശക്തമായിട്ട് നീങ്ങണം. അതിന് വ്യത്യസ്ത മേഖലകൾ പറഞ്ഞെന്നുള്ളൂ. അതുപോലെ അപ്പോൾ ആനാം വെള്ളം തെളിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. തെളിക്കേണ്ട എന്ന് പറഞ്ഞത് നമ്മൾ ഈശോയുടെ തിരുരക്തം പാനം ചെയ്യുന്നു. ഈശോ തിരുരക്തം പാനം ചെയ്യാൻ. അപ്പോൾ ചിലവർ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തിരുരക്തം തെളിക്കണേ. അപ്പം ഞാനിത് എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ അന്ന് മുതൽ എന്നിൽ തിരുരക്തം തെളിച്ച് സംരക്ഷണം എടുക്കാറില്ല. മറിച്ച് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കുന്നു, ഈ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ എന്നിൽ പൂർണ്ണമായിരിക്കുന്നു. എന്നെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വംശിയായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ സമ്പൂർണ്ണമാകട്ടെ. കുരിശടയാളം വഴിയായി നീ മുദ്രിതമായി വഹിക്കട്ടെ. ഈ മുദ്ര കുത്തി കഴിഞ്ഞാൽ എന്നെ ഒരു പിശാചിനും തൊടാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ വേറെ എന്താ? അതുപോലെ തന്നെ കൽപ്പനകൾ പഠിപ്പിക്കണം. നമ്മൾ പറഞ്ഞു കൽപ്പനകൾ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകാനാണ്. കൽപ്പനകൾ പഠിപ്പിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് പ്രാരംഭ ധ്യാനത്തിന് കൽപ്പനകളെക്കുറിച്ച് അറിയാത്തവർക്ക് കൽപ്പനകളെ അറിയാനും അത് പഠിപ്പിക്കേണ്ട ആവശ്യകത ഉള്ളിടത്ത് അത് പഠിപ്പിക്കണം. വളർച്ചാ ധ്യാനത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും അറിയാം ഈ കൽപ്പനകൾ. നിങ്ങൾക്കെല്ലാം അറിയോ ഇല്ലയോ? അറിയാം. അപ്പോൾ അവിടെ ഇനി ഒരടുത്ത സ്റ്റേജാണ്. ആ അർത്ഥത്തിലാണ്. പിന്നെ
ഓക്കെ, ഇതിലേ ഉള്ളൂ. പിന്നെ യെസ്, വേറെ ഒരു കാര്യം, ഞാൻ മാമോദീസായെക്കുറിച്ച് ഞാൻ അങ്ങനെ വിശദമായിട്ട് പറഞ്ഞില്ലെങ്കിലും പല സമയത്ത് പറയാനിടയായി. ഈ മാമോദീസായിൽ നമ്മളിൽ ജീവൻ്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടിരുന്നു. എല്ലാ ദിവസവും നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുക, ജീവൻ്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ. ആ മുദ്ര 1272 മാമോദിസ സ്വീകരിച്ച വ്യക്തി മാമോദിസ വഴി ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ട് ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നു. മാമോദീസ മായ്ക്കാനാവാത്ത ഒരാധ്യാത്മിക മുദ്ര കൊണ്ട് ക്രൈസ്തവനെ അടയാളപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുന്നതിൻ്റെ മുദ്രയാണത്. ഇപ്പോൾ മാമോദീസ സ്വീകരിക്കണം. ഇപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ളവർ മറ്റുള്ളവർ മാമോദീസ സ്വീകരിക്കാതെ വർഷങ്ങളോളം നിൽക്കുന്നുണ്ട്. പക്ഷേ മാമോദീസ സ്വീകരിക്കണം. എന്നിരുന്നാലും അപ്പോൾ അവരത് മനസ്സിലാക്കണം, മാമോദീസയുടെ മുദ്രയുടെ. അപ്പോൾ നമ്മളെല്ലാവരും മാമോദീസ മൂലം മുദ്ര കുത്തപ്പെട്ടവരാണ് നമ്മൾ. ആ മുദ്ര ക്രൈസ്തവനെ ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുന്നതിൻ്റെ മുദ്രയാണ്. സമയം നീങ്ങുന്നു. പെട്ടെന്നൊരു സംഭവം ഉണ്ടായത് എങ്ങനെയാണ്? ഒരു ഓസ്ട്രിയയിൽ നടന്നൊരു സംഭവം. ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു അവളുടെ ഭർത്താവ് ബുദ്ധിസത്തിലേക്ക് പോയിരുന്നു. അയാൾ ബുദ്ധിസ്റ്റായി, അതുകൊണ്ട് എനിക്ക് ഞാൻ അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അയാളോട് സംസാരിക്കാം. പറഞ്ഞില്ല, അയാൾ ആരോടും സംസാരിക്കില്ല, അയാൾ ക്രിസ്ത്യാനി അല്ല. ഇപ്പോൾ നീ ഏതായാലും ഈ നമ്പർ കൊടുക്ക്. ഞാൻ എൻ്റെ ടെലിഫോൺ നമ്പർ അവളോട് പറഞ്ഞു, അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. അയാൾ സംസാരിക്കും. ഇല്ല, അയാൾ നാളെ രാവിലെ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രിയിൽ പോവുകയാണ്, തായ്ലൻഡിലേക്ക്. എന്തെങ്കിലും ആവട്ടെ, നീ നമ്പർ കൊടുക്ക്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി അയാൾ വിളിച്ചു, എന്നെ വിളിച്ചു. ആർ യു മിസ്റ്റർ തോമസ് പോൾ? യെസ് ഐ ആം. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നീ ഓൾറെഡി സംസാരിക്കുകയാണല്ലോ. ഇല്ലില്ല, നിങ്ങൾ ഈ ക്രിസ്ത്യാനികളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാനിപ്പോൾ ക്രിസ്ത്യാനിയല്ല, ഞാനൊരു ബുദ്ധിസ്റ്റായി. ഞാൻ നാളെ രാവിലെ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി തായ്ലൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇയാൾ എപ്പോഴാണ് ഫോൺ വെക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതിന് മുമ്പ് പെട്ടെന്ന് നമ്മുടെ കാര്യം പറയണ്ടേ. ഞാൻ പറഞ്ഞു, നീ പോയിക്കോ, പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ ക്രിസ്ത്യാനി അല്ലാന്നോ ക്രിസ്തുവായിട്ട് യാതൊരു സംബന്ധമില്ലോ എന്ന് പറയാൻ പറ്റില്ല. നീ ജ്ഞാനസ്നാനത്തിലൂടെ നിൻ്റെ ആത്മാവിൽ ക്രിസ്തു മുദ്ര കുത്തിയിട്ടുണ്ട്. ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് നിൻ്റെ ആത്മാവിൽ ഒരു മുദ്ര കുത്തിയിട്ടുണ്ട്. ആ മുദ്ര നിനക്കോ ക്രിസ്തുവിന് തന്നെയോ മാറ്റാൻ പറ്റാത്ത മുദ്രയാണ്. അതുകൊണ്ട് നീ പോയിക്കോ, പക്ഷെ ഇത് മനസ്സിലാക്കിയാൽ മതി, ഈ മുദ്ര ഒരു ബോംബ് മാതിരിയാണ്. അപ്പോൾ നീ സൂക്ഷിക്കണം, ഈ ബോംബ് മൊനാസ്ട്രിയിൽ ചെല്ലുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഇതൊക്കെ നമ്മുടെ ചില നമ്പറുകളാണ് ഇവർ. അപ്പോൾ അയാൾ പറയാൻ, വാട്ട് എ മുദ്ര, എ seal in my soul, Christ stamped. I don't know about it. See, that's the point. You are a doctor on chemistry, you are a professor, you are a learned person, but you do not know what is the chemistry of your soul. Thomas, are you serious? Yes. This is very important fact. When you received baptism, it is not a simple ritual. You are stamped with Christ. You belong to Christ. Oh, then I must know. എന്നാൽ എനിക്ക് അതിനെക്കുറിച്ച് പഠിക്കണം, ഗവേഷണമായി. പക്ഷേ തോമസ്, എനിക്ക് നാളെ പോകണം. നാളെ പോയിട്ട് ഞാൻ 3 മാസം കഴിയുമ്പോൾ വരാം. അപ്പം ഞാൻ നിൻ്റെ അടുത്ത് വരാം. ഓൾ റൈറ്റ്. 3 മാസം കഴിഞ്ഞ് ഇയാൾ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ ഇയാൾ എയർപോർട്ടിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇയാൾ അവിടെ ഇരുന്നിട്ട് എല്ലാ ദിവസവും ഈ മുദ്ര തന്നെയായിരിക്കും ഇതിൻ്റെ അകത്ത്. ഇത്
അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ധ്യാനം അടുത്ത ആഴ്ചയുണ്ട് 5 ദിവസത്തെ, അതിന് നീ വായോ. അങ്ങനെ വന്നപ്പോൾ ഇയാൾ അത് 5 ദിവസവും ഇത് കേട്ടപ്പോൾ ഞാനിതൊന്നും അറിയില്ലായിരുന്നല്ലോ. ഞാനൊരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ആണെങ്കിലും എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. നൗ ഐ നോ, ഇപ്പം എനിക്ക് മനസ്സിലായി ഹൗ റിച്ച് ഈസ് മൈ കാത്തലിക് ഫെയ്ത്ത്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ അയാൾ ബാപ്റ്റിസം റിന്യൂ ചെയ്ത് കുമ്പസാരിച്ച് he became a good Christian. അപ്പോൾ നമ്മുടെ അറിവില്ലായ്മയാണ് ഒരുപാട് കാര്യങ്ങളുടെ പ്രശ്നം. ജീവന്റെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ടവർ ഭയഭക്തിയോടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുചേരുവിൻ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഈ മുദ്ര ഒരു പാപത്തിനും മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മാമോദീസായുടെ രക്ഷാകര ഫലങ്ങൾ പുറപ്പെടുത്തുന്നതിന് പാപം തടസ്സമാകാം. അപ്പം നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ആ രക്ഷാകര ഫലങ്ങൾ, നമ്മിലുള്ള രക്ഷാകര ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് തടസ്സമാകാം. നമ്മിലുള്ള പരിശുദ്ധാത്മാവ് നിർവീര്യമാകാം. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകില്ല. ഒരു പാപത്തിനും ഈ മുദ്ര മാറ്റാൻ സാധ്യമല്ല. പ്രൈസ് ദ ലോർഡ്. ഇത് നമുക്കുണ്ടാകേണ്ട ഭയങ്കര ഒരു കോൺഫിഡൻസാണ്. നമുക്കുണ്ടാകേണ്ട ഒരു കോൺഫിഡൻസ്. ഐ ബിലോങ് ടു ക്രൈസ്റ്റ്. ആ മുദ്ര എന്തിൻ്റെ മുദ്ര? ഞാൻ ക്രിസ്തുവിൻ്റേതാണ്. ഞാൻ ക്രിസ്തുവിൻ്റേതാണ്. ഓക്കെ. അതോടൊപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞതായിരുന്നു, 1265 ഒന്നുകൂടി പറയുകയാണ്. നമ്മൾ പുതിയ സൃഷ്ടിയാണ്. എങ്ങനെ പുതിയ സൃഷ്ടിയാണ്? മാമോദീസ 1265 എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല, വിശ്വാസത്തിലെ നവജാതനെ പുതിയ സൃഷ്ടിയാക്കുകയും ദൈവത്തിൻ്റെ ദത്തുപുത്രനും തൽഫലമായി ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരനും ക്രിസ്തുവിൻ്റെ അവയവവും അവിടുത്തെ സഹാവകാശിയും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമാക്കുന്നു. 5 കൂടുതൽ പുതിയ സൃഷ്ടിയാക്കുന്നു, ദൈവത്തിൻ്റെ ദത്തുപുത്രനാക്കുന്നു, ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരനാക്കുന്നു, ക്രിസ്തുവിൻ്റെ അവയവമാക്കുന്നു, അവിടുത്തെ സഹ അവകാശിയാക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കുന്നു. പരിശുദ്ധമ ത്രിത്വം മാമോദീസ സ്വീകരിച്ച ആൾക്ക് വിശുദ്ധീകരണ കൃപാവരവും നീതീകരണത്തിൻ്റെ കൃപാവരവും നൽകുന്നു. അതാണ് നീതീകരണത്തിൻ്റെ കൃപാവരം. മാമോദീസയിലൂടെ നമ്മളിലുണ്ട്. ഓക്കെ. ഇനി അടുത്തത്, അങ്ങനെ ക്രൈസ്തവൻ്റെ അതിസ്വാഭാവിക ജീവിതത്തിൻ്റെ സംവിധാനം മുഴുവനും മാമോദീസായിൽ വേരൂന്നിയിരിക്കുന്നു. സൂപ്പർ നാച്ചുറൽ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സൂപ്പർ നാച്ചുറൽ ലൈഫ്. ആ അതിസ്വാഭാവിക ജീവിതത്തിൻ്റെ സംവിധാനം മുഴുവനും മാമോദീസായിൽ വേരൂന്നിരിക്കുന്നു. ഓക്കെ, നിൽക്കട്ടെ. ഇനി നമ്മൾ പെട്ടെന്ന് നമ്മൾ അറിഞ്ഞൂടാ, നമ്മുടെ ഇപ്പോഴത്തെ പ്ലാനിങ് ഇങ്ങനെയാണ്. നമ്മളൊരു 7:30 മണിക്ക് ക്ലാസ്സുകളെല്ലാം അവസാനിച്ചിട്ട് 7:30 മണിക്ക് ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ അഭിഷേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകുന്നു. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒന്ന് വളരെ കോൺട്രവേഴ്സി ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് പിന്നീട് വന്ന് സംസാരിക്കാം. ഞാനിന്ന് രാത്രി മുഴുവൻ ഇവിടെയുണ്ട് കേട്ടോ. നാളെ രാവിലെ ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ. അതോടൊപ്പം USB സ്റ്റിക്ക് എറണാകുളത്ത് നിന്ന് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇച്ചിരി പൈസ കൂടുതലാണ്. അത് റെജിക്ക് പൈസ കൊടുത്താച്ചാൽ മതി നിങ്ങൾ. അതിൻ്റെ ഇങ്ങനെയാണ്, നമ്മൾ ധ്യാനം മുഴുവനും കഴിഞ്ഞാലല്ലേ ഇതിൻ്റെ വീഡിയോ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതുവരെ ഉള്ളതൊക്കെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ധ്യാനം മുഴുവനും കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ബാക്കിയുള്ളത് അത് കൺവെർട്ട് ചെയ്ത്
ആരെങ്കിലും അത് കോപ്പിയും തുടങ്ങും. അപ്പോൾ ഇന്ന് രാത്രി തന്നെ പോകുന്നവർ ആദ്യം അത് മേടിക്കുക. നാളെ പോകുന്നവർ ഈ ഭാഗത്തേക്ക് വരേ വേണ്ട. മനസ്സിലായിട്ടുണ്ടോ? നാളെ രാവിലെ മേടിച്ചാൽ മതി. രാവിലെ എല്ലാവർക്കും കിട്ടും. പക്ഷെ ചിലവർ ഇന്ന് രാത്രി പോണവർ അതുപോലെ തന്നെ ഈ CD, ഓഡിയോ CD നമ്മൾ ധ്യാനം കഴിയുമ്പോൾ ഒരു മണിക്കൂറെങ്കിലും എടുക്കും അത് പ്രോസസ്സ് ചെയ്തെല്ലാം. പിന്നെ നമ്മൾക്ക് പ്രൊഡക്ഷൻ ചെയ്യേണ്ടി വരുന്നത് 400ഓളം CD ഉണ്ടാക്കണം. അതെല്ലാം ഇന്ന് രാത്രി ഉണ്ടാക്കും. എന്നിരുന്നാലും ആദ്യത്തെ കുറച്ച് ഇങ്ങനെ ദോശ റെഡി ആണ മാതിരി നമ്മൾ ചൂടോടെ ഉണ്ടാക്കി തരാം. അതിനുള്ള മെക്കാനിസമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിതരണ ശൈലിയാണ്. ഇന്ന് ദൂരെ പോകുന്നവർ, ബാംഗ്ലൂർ പോകുന്നവർ, കൊച്ചിക്ക് അവരിന്ന് പോണവർ ലൈനിൽ ആദ്യം നിൽക്കണം. നാളെ രാവിലെ പോണവർ ഇന്ന് അതിനു വേണ്ടി വരേണ്ട രാവിലെ ഇവിടെ വന്നു വരുമ്പോൾ കൊണ്ടുപോകണം. ഓക്കെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായിട്ടുള്ളൊരു കാര്യം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. ഇപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മളുടെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് യാതൊരു സംശയമില്ല. പിതാവായ ദൈവം സൃഷ്ടാവാണ്. വല്ല സംശയമുണ്ടോ? പക്ഷെ ആ സൃഷ്ടാവിൻ്റെ ഈശോയെക്കുറിച്ചോ രക്ഷാകര പ്രവൃത്തികളെക്കുറിച്ചോ ഒന്നും സംശയമില്ല. കാരണം ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ വിശ്വാസ പ്രമാണത്തിൽ ഇനിയും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അതെന്താണ്? അതാണ് ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യമായ. അപ്പോൾ ഈ ഒറ്റ സെൻറ്റൻസ് നമ്മളിതിങ്ങനെ പറഞ്ഞു പോകുന്നു. ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യമായതിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യമായ ജീവിതവും എന്ന് പറയുന്നതിൽ 8 കാര്യങ്ങളടങ്ങുന്നു. 8 കാര്യങ്ങൾ. അത് ഈ CCCയിൽ നിന്ന് ഞാനിങ്ങനെ പഠിപ്പിച്ചു തരാം. മുഴുവനും വായിക്കില്ല, കുറച്ച് ഭാഗം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾ തന്നെ പിന്നീട് നിങ്ങൾ സൗകര്യമായി പഠിക്കുക. 8 കാര്യങ്ങൾ ഇതെല്ലാമാണ്. എഴുതിയോളൂ. 1, എന്താണ് ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ? 2, മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർക്കണമെങ്കിൽ മരിക്കണം. അപ്പോൾ മരണം എന്താണ്? 3, മരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നതാണ് തനത് വിധി. എന്താണ് തനത് വിധി? 3 അല്ലേ? 4, സ്വർഗം. സ്വർഗം എന്നാൽ എന്താണ്? 5, ശുദ്ധീകരണ സ്ഥലം. 6, നരകം. 7, പൊതുവിധി. പൊതുവിധി, ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്നും പറയുക. അവസാന വിധി അല്ലെങ്കിൽ അന്ത്യവിധി. 7. 8, പുതിയ ആകാശം. എല്ലാം കിട്ടിയില്ലേ നമ്പർ? എന്തൊക്കെയാണ്? 1 ശരീരത്തിൻ്റെ ഉയർപ്പ്, മരണം, തനത് വിധി, ഒച്ച ഇച്ചിരി ഡിസ്റ്റർബൻസാണ്. ആ കൊതുകിനെ അങ്ങ് സ്നേഹിച്ചാൽ മതി, കൊതുക് പോയിക്കോളും. കൊതുകിനെ ഓടിക്കാൻ ഇത്രയും മെഷീനൊക്കെ വെച്ച് നമ്മൾക്ക് എന്തോ ഒരു പേടിയാണ്. ആരെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പേടി കൊതുകിനെയാണ്. അത് കാരണം എല്ലാ ബിൽഡിങ്ങിലും കൊതുക് വലയൊക്കെ അടിച്ച് വെച്ചേക്കാണ്. എന്നിട്ട് അവൻ അതിൻ്റെ അകത്തോട് കയറി പട്ടണുകാരൻ. എനിക്ക് കൊതുകിനെ പേടിയില്ല. ഞാൻ കൊതുകിനെ സ്നേഹിക്കുന്നു. അപ്പോൾ കൊതുക് എൻ്റെ അടുത്ത് വന്ന് ഒരു പാട്ടും പാടി ഉറക്കി ശരിയാക്കി ഇത്തിരി കുടിക്കും. പിന്നെ അവർ ജീവിക്കണ്ടേ? കുടിച്ചോ, നോ പ്രോബ്ലം. എനിവേ, എറണാകുളത്താണ്. എറണാകുളത്തെ കൊതുക് ഇവിടത്തേക്കാളും ഭയങ്കര വലിയ കൊതുകാണ്. ഓൾ റൈറ്റ്. ഞാൻ വിചാരിച്ചു ഏതോ ഫ്ലൈറ്റ് വരണമായിരുന്നു വിചാരിച്ചത്. ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ടാവും, അട്ടപ്പാടി എയർപോർട്ടോ.
അത് കുറച്ച് കഴിഞ്ഞത്തേക്ക് ആക്കിയാലോ അത് റെജി? അല്ലെങ്കിൽ അങ്ങേരോട് ഇത്തിരി ദൂരെ പോകാൻ പറഞ്ഞാലോ? ആ മെഷീൻ്റെ ഒച്ച ഭയങ്കരമായിട്ട് കേൾക്കണോ? പോകാൻ തോന്നുന്നു. തിരിഞ്ഞ് ഈ വശത്ത് വരാണിപ്പോൾ. ഓൾ റൈറ്റ്. ഈ ക്ലാസ് വളരെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ക്ലാസ്സാണ്. എനിക്കും കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിൻ്റെ സമയത്ത് ആരും സംശയങ്ങൾ ചോദിക്കാതിരിക്കുന്നതാണ് മുന്നോട്ട് പോകാൻ എളുപ്പം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് സമയത്തിന് അവസാനിക്കില്ല, അത്രേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾക്കിപ്പോൾ സമയത്തിന് അവസാനിക്കണമല്ലോ. അപ്പോൾ സംശയങ്ങളുള്ളത് നിങ്ങൾ കുറിച്ച് വെച്ചിട്ട് അത് പിന്നീട് നമുക്ക് ഡീൽ ചെയ്യാം. 988